വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ. എന്തോ എന്തൊരു മനസ്സമാധാനം എന്തിന് എനിക്ക്. എന്തുകൊണ്ട്? എന്റെ ചുറ്റും ഇപ്പോൾ 12 ഭർത്താക്കന്മാരെത്തി. ഒരു പുതിയൊരു എനർജി, പുതിയൊരു എപ്പിസോഡ് തുടങ്ങും. നിങ്ങളുടെ എനർജി മണിയറ അങ്ങോട്ട് പോയി കുറഞ്ഞോ കുറച്ച്? ഇനി വരും, പതുക്കെ നമ്മൾ കൂട്ടിക്കൊണ്ട് വരും. ഇവിടെ ഈ കൈയടിക്കൊരു എനർജി ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഒന്നുകൂടെ ഞാൻ എന്ത് ബുദ്ധിമുട്ടി നിങ്ങളുടെ ഭാര്യമാരുടെയൊക്കെ തെറി കേട്ടിട്ടാണ് നിങ്ങളെ തിരിച്ചുകൊണ്ടെന്ന് അറിയോ? താങ്ക് യു. യു ഷുഡ് താങ്ക് മീ, ബിക്കോസ് നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഒരു ബ്രേക്ക് ആയിരിക്കില്ലേ ഇത്? അതെനിക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ ബുദ്ധിമുട്ട്. ഈ ഒറ്റയ്ക്ക് ഞങ്ങളിവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവ് അങ്ങോട്ട് അനുഭവപ്പെട്ടിരിക്കണോ? അതെ, ഈ കുറവ് എനിക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. മനസ്സിലായിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പിഷുവാണ് ഇത് നോട്ടീസ് ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും. അതെ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതെ, ഒരു അഭാവം ഇവിടെ നിറഞ്ഞിരിക്കായിരുന്നു. അല്ലെങ്കിൽ ഈ സീറ്റൊക്കെ നമ്മുടെ ഇവിടുത്തെ നല്ലവനായ ഉണ്ണി പുള്ളിയാ. അതെ, വളരെ നല്ലവനായ ഉണ്ണി. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് പുതിയൊരു എപ്പിസോഡ് തുടങ്ങിയാലോ? അപ്പൊ നല്ല ഒരു എനർജി എനിക്ക് തരൂ തരൂ തരൂ. എവിടെ എവിടെ? വരട്ടെ. എനർജി കിട്ടി, നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് Xylem MBBS മൊബൈൽ എൻട്രൻസ് ആപ്പ് പ്രസൻസ് സ്ക്വാഡ് ഫ്ലോ ക്ലീനർ. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. ഇനി നമ്മളുടെ ഈ വേദിയിൽ വരുന്നത് ഗിരീഷും രമ്യയുമാണ്. ഭർത്താവ് അത്ര പോരാ എന്ന റൗണ്ട്. പൊതുവെ ഭർത്താക്കന്മാർക്ക് ഈ ഭാര്യയെ പേടിയാണെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ശരിയാണോ? ആണോ ഗിരീഷേ? എനിക്ക് ചെറുതായിട്ട് പേടി. അതല്ല, എന്നാലും ഒരു ഇമോഷണലി അങ്ങോട്ട് എന്നെ അതാക്കും ആള്. ആ സമയത്ത് ഞാൻ എത്ര ചൂടായാലും ഒന്നും കേൾക്കൂല, ഞാൻ അങ്ങ് താന്നു കൊടുക്കും. അതല്ല, നല്ല വഴക്കുണ്ടാക്കുന്നതിനെക്കാട്ടി അല്ലല്ലോ കുറച്ച് ഇമോഷണലി. ഇത് എത്ര പേർക്ക് ഭാര്യ പേടി ഉണ്ട്? BP ഉണ്ട്? കിഷോർ ശരിക്കും കൈ എല്ലാവർക്കും ഇല്ലേ? എല്ലാവർക്കും ഭാര്യമാരെ പേടിയില്ല എന്ന് പറയുന്നത് കള്ളത്തരാന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പേടി ഉണ്ടാവും. പേടിയല്ല, നമ്മളത് കുടുംബത്തൊരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി സൈലന്റ്. നമ്മൾ ആക്ച്വലി ഫ്ലെക്സിബിൾ ആവും. നമ്മുടെ പാസ്റ്റ് ലൈഫ് എങ്ങനെയായിരുന്നു ആഫ്റ്റർ മാരേജ്. ഇപ്പൊ ഞാൻ പറയാം, ചില ആൾക്കാർ സിഗരറ്റ് വലിക്കും. ഭാര്യക്ക് അറിയില്ല, വീട്ടിൽ വലിക്കൂല. സിഗരറ്റ് വലിച്ചിട്ട് ഭാര്യ ചില ആൾക്കാര് അതന്നെ എന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഇതെന്താ പ്രശ്നം? ഭയം കൊണ്ടല്ല, അവരറിഞ്ഞാൽ അവർ വിഷമിക്കും. അതുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. എടാ, ഇത് ഉദാഹരണം പറയണ എന്റെ നെഞ്ചത്തേക്ക് വരുവാണോ? എനിക്കൊന്നും അറിയില്ല, ഞാൻ ചുമ്മാ. എന്തായാലും അൺടൈറ്റിൽ എഴുതിയിട്ട് നല്ല ടൈറ്റ് ഉള്ള ബനിയനും ഇട്ട് രണ്ടുപേരും അവിടെ നിൽപ്പുണ്ട്. ഇനി BP അല്ല, എന്താ ഭർത്താവ് അത്ര പോരാ എന്ന റൗണ്ടിലേക്ക് കിടക്കാം. രമ്യ, എന്തൊക്കെയോ മനസ്സിൽ പറയാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിക്കാണ്. അറിയാവുന്ന കാര്യമാണോ? ഇൻഡയറക്ട്ലി ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊരു മനസ്സിലായിട്ടില്ല. അല്ല, അത് മനസ്സിലും ആയിട്ടുണ്ട്, പക്ഷെ സ്റ്റിൽ അത് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കാം. എന്തിനാണ് ഇങ്ങനെ സിഗരറ്റ് വലിച്ച ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നത്? കള്ള ഉള്ള കാര്യം വേറെ ആളെ തലയിൽ ചുമത്തുന്ന കണ്ടോ? സോ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഗിരീഷ് റൊമാൻറ്റിക് അല്ല എന്ന് ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില സമയത്ത് ഗിരീഷ് പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ചില സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും മറന്നു പോകും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഒരു അൺനോൺ സ്ഥലത്ത് പോവുക, ആദ്യമായിട്ട് ഫ്രണ്ട്സിനെ കാണുവാണ് വെച്ചോ, ആ സമയത്ത് അങ്ങ് പോവും. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതെന്ന് വെച്ചാൽ, ഡൽഹിയിലായിരുന്നു ഞങ്ങളുടെ റിസപ്ഷൻ, കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ റിസപ്ഷന് പോയപ്പം വൈകുന്നേരമാണ് റിസപ്ഷൻ, ഡിസംബർ ടൈം, ഭയങ്കര തണുപ്പുമായിരുന്നു. അപ്പം എല്ലാവരും കൂടെ പോവുകയാണ് റിസപ്ഷന് വേണ്ടി. ആളുടെ മൂഡും കുറച്ച് നല്ലതല്ലായിരുന്നു. അപ്പം ആൾ വണ്ടിയിൽ നിന്നൂടെ ഇറങ്ങി അങ്ങ് പോയി. അപ്പം വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ഒരുമിച്ച് പോകേണ്ടത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് അങ്ങ് പോയല്ലോ. അപ്പം സിസ്റ്ററൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് അവർ കോമഡി ആക്കിയിട്ട് അത് എൻ്റെ മൂഡൊന്ന് ശരിയാക്കി. അപ്പോഴും എൻ്റെ മനസ്സിൽ ഓക്കെ വിട്ടുകള. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മനസ്സിൽ ആ സമയത്തുള്ള ഓക്കെ എൻ്റെ ഔട്ട്ഡോർ ഷൂട്ടൊന്നും നടന്നില്ല, അപ്പോൾ ഇവിടെ അടിച്ച് പൊളിക്കണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ കയറി നമ്മൾ കുറച്ചൊക്കെ പോസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മമ്മി തന്നെ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ അവിടെ കാണിക്കുന്നതെന്ന് പറഞ്ഞു.
ഉടനെ ഗിരീഷിന്റെ ആ മൂഡ് മാറി, ആ ശരിയാ അത് വൃത്തിയുടെ വേണ്ട കാണിക്കണ്ട എന്നൊക്കെ, ഇത് ചെയ്യണ്ട. അതെന്തോന്ന് വെച്ചാൽ എന്തായിരുന്നു അത് ക്യാമറമാൻ പറഞ്ഞു എടുക്കണം, അങ്ങനെയൊക്കെ എടുത്തിട്ട് ഒരു പോസ് കൊടുക്കണം. ആക്ച്വലി അവിടെ മമ്മി ഫുൾ സപ്പോർട്ട് ആയിരുന്നു രമ്യക്ക്. പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ സംസാരിക്കരുത്. അപ്പം എടുത്തിങ്ങനെ പൊക്കണമെന്നാണ് പറഞ്ഞത്. അത് ആ ഒരു ചെയ്തില്ല. അപ്പൊ ഓക്കെ ശരി, അത് വിട്ടുകള, അത് മറന്നു. അത് ഞാൻ ഡിസ്കസും ചെയ്തില്ല. പിന്നെ ഓക്കെ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായിൽ പോയി കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആയി ഞാൻ തിരിച്ചു വന്നു. പക്ഷേ പെട്ടെന്നാണ് ഒരു പെങ്ങളുടെ കല്യാണം വന്നത്. ഓക്കെ, പെങ്ങളുടെ കല്യാണം വന്നപ്പം കുറേ പ്രഷർ ഗിരീഷിൻ്റെ പുറത്തായിരുന്നു. ഫിനാൻഷ്യലി ആയാലും പ്രഷർ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു, ഓക്കെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പോവാമെന്ന് വെച്ചു. എൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വീട്ടിൽ വെറുതെ ഇരുന്നിട്ടില്ല. എനിക്ക് വർക്ക് ചെയ്യണം. ആളും ഭയങ്കര സപ്പോർട്ടായിന്, നീ വർക്ക് ചെയ്തോ, വെറുതെ കുഞ്ഞിനെ നോക്കിയിട്ട് ഇരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജോബ് നോക്കാൻ നോക്കി. ഓക്കെ, സോ എനിക്ക് ട്രിവാൻഡ്രത്ത് ജോബും കിട്ടി. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഇട്ടിട്ട് എനിക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഭയങ്കര പാടായിരുന്നു. തിരുവല്ലയിലായിരുന്നു എൻ്റെ വീട്. തിരുവല്ല ടു ട്രിവാൻഡ്രം എനിക്ക് എന്നും അപ്പ് ഡൗൺ ചെയ്യണം. രാവിലെ പോകണം, വൈകിട്ട് വരണം. അപ്പം ട്രെയിനിൻ്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കാണ് ട്രെയിൻ. മലബാർ എക്സ്പ്രസ് 5 മണിക്ക് വരും. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നോട് 4 മണിക്ക് ഇറങ്ങണം. വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങിയിട്ട് അവിടെ 9 മണിയാകുമ്പോൾ എത്തും, വർക്ക് ചെയ്യും. തിരിച്ച് 5:30 അവിടെ നിന്നോട് ഇറങ്ങും. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് 5:30 ഇറങ്ങാൻ പറ്റുമായിരുന്നു. എന്നിട്ട് 6 മണിയുടെ ട്രെയിനിൽ പിടിക്കണം, തിരിച്ച് വരണം. വീട്ടിൽ വരേണ്ട സമയം 9 മണിയാണ്. പക്ഷേ ട്രെയിൻ മിക്കവാറും ലേറ്റായി വീട്ടിലെത്തുമ്പോഴത്തേക്കും 11 മണി ആകും. അപ്പം ഇത് ഞാൻ ഒരു വർഷം വരെ ഞാൻ ട്രാവൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രാവലിംഗ് ഉണ്ട്, പിന്നെ ആരും ഇല്ല കൂടെ. അമ്മയും അച്ഛനും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താ കിട്ടിക്കൊണ്ടിരുന്നത്, വീട്ടിൽ ചെല്ലുമ്പം കുഞ്ഞെന്നെ കാത്തിരിക്കും. 11 മണിയായാലും അവൻ ഉറങ്ങില്ല. ഓക്കെ, അവൻ എന്നെ ഇങ്ങനെ കാത്തിരുന്നിട്ട് കുളിച്ച് വന്ന് അത് കഴിഞ്ഞ് എനിക്ക് പാല് കൊടുക്കണം അവന്, എന്നിട്ട് അവൻ ഉറങ്ങുള്ളൂ. അപ്പം ഞാൻ ഇതിൻ്റെയും പകുതിയായിരുന്നു. കല്യാണം 1 വർഷത്തിൻ്റെ ആ ഗ്യാപ്പിലായി. അപ്പോഴും ആൾ ദുബായിൽ നിന്നൂടെ വന്നു, ഞാനും കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്, എൻ്റെ കൂടെ മാക്സിമം ടൈം, ക്വാളിറ്റി ടൈം മാക്സിമം വേണ്ട. എന്നിട്ട് അവിടെ തിരക്കൊക്കെ കാണും, മാക്സിമം വേണ്ട ഒരു ക്വാളിറ്റി ടൈം. പക്ഷെ ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ് ഉണ്ട്, രമ്യ നീ മനസ്സിലാക്കുക, നമുക്ക് ഫുൾ അങ്ങനെ അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ആയിരുന്നു മാക്സിമം ടൈം. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ടായി, കുറേ പരാതികൾ വന്നു, അതും എനിക്ക് സോർട്ട് ഔട്ട് ചെയ്യണമായിരുന്നു. അത് കുറേ വിഷമം ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റിൽ ഞാൻ സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു, എന്നെ അല്ലേ കൊണ്ടുപോവുക, അല്ലെ തിരിച്ചു വരിക. അപ്പം ആള് പറഞ്ഞു ഓക്കെ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. തിരിച്ച് വന്നിട്ട് നമ്മൾ ഇപ്പോൾ ജോലിയൊക്കെ വിട്ടിട്ടാണ് വന്നത്. ഇവിടെ ജോലി നോക്കാമെന്ന് വെച്ചിട്ട് വിട്ട് വന്ന് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുക, എന്താ ചെയ്യേണ്ടത്. ആൾക്ക് കൊച്ചിയാണ് ഇഷ്ടം, എനിക്കിഷ്ടം ട്രിവാൻഡ്രമാണ്. വൈ? ബിക്കോസ് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തു, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞു, എനിക്ക് അവിടെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ആളെന്നോട് പറയുക, നീ ഭയങ്കര സാധനമാണല്ലോ, സെൽഫിഷ് ആണല്ലോ, എനിക്ക് കൊച്ചിയിലാണ് താല്പര്യം, നീ ട്രിവാൻഡ്ര നോക്കുന്നത്. പക്ഷേ 1.5 വർഷം ഞാൻ സഹിച്ചത് ആ സമയത്ത് ഓർത്തില്ല. എനിക്ക് ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. നമ്മുടെ ഫുൾ ഫാമിലി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറന്നിട്ട് എന്നെ സെൽഫിഷ് എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ വേണം. സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു ആ കാര്യം. അതുകൊണ്ട് ഞാൻ ചെയ്ത കാര്യം മറക്കാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. രമ്യക്ക് ഇത്രയും അധികം സങ്കടം വരാൻ കാരണം ആ 1.5 വർഷം ദുബായിൽ നിൽക്കേണ്ട രമ്യ അല്ലെ, ഭർത്താവിന്റെ കൂടെ ഗിരീഷിന്റെ കൂടെ നിൽക്കേണ്ട കാര്യം 1.5 വർഷം അവിടെ നിന്നു, സ്വന്തം വീട്ടിൽ നിന്നു, എല്ലാ ദിവസവും ട്രിവാൻഡ്രത്ത് പോയി. അത് ചെറിയ കാര്യമല്ല. ഞാൻ ആക്ച്വലി എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ തിരിച്ചു വരണം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ബാധ്യതകളുണ്ടായി. ലൈക്ക് പെങ്ങളുടെ വിവാഹം, അതുകൂടാണ്ട് വീടിന് കുറച്ച് ലോൺ ഉണ്ടായിരുന്നു. രമ്യ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, രമ്യക്ക് ജോലി ചെയ്യണം എന്ന് പറഞ്ഞു. ആഫ്റ്റർ പ്രഗ്നൻസി ജോലി ചെയ്യണം. ഞാൻ ഒരിക്കലും അതിനെതിരെ നിന്നിട്ടില്ല. അത് രമ്യ സമ്മതിച്ചു തരണം പ്ലീസ്. അത് രമ്യ സമ്മതിച്ചു തരണം. കാരണം ഞാൻ പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. രമ്യ അത് സമ്മതിച്ചു തരണം. കാരണം രമ്യ എന്നോട് പറഞ്ഞു എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, കൊച്ചിയിൽ നോക്ക്,
കൊച്ചിയാണ് കൂടുതലും എക്സ്പോഷർ, കാരണം നിനക്ക് അവിടെ ആൾക്കാരെ അറിയാം, നീ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അവിടെ, നിനക്ക് അവിടുത്തെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. സോ ട്രിവാൻഡ്രത്തിനേക്കാളും നല്ലത് കൊച്ചിയായിരിക്കും. കാരണം എൻ്റെ വീട് തൃശ്ശൂരാണ്, രമ്യയുടെ വീട് തിരുവല്ലയാണ്, രണ്ടുപേരുടെയും ചെറിയ കൊച്ചുണ്ട്. ഞാൻ അഥവാ മൂവ് ഓൺ ചെയ്താലും ഞങ്ങൾക്കൊരു വീട് അവിടെ എടുത്തിട്ട് രണ്ടുപേർക്കും ആക്സസിബിൾ ആയിരിക്കും, രണ്ട് ഫാമിലിക്കും. അതെ അതെ അതെ. ഇപ്പൊ ട്രിവാൻഡ്രം ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ, എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ട്, ഒരു ഡൗട്ടും ഇല്ല, ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാനൊരിക്കലും രമ്യനെ ഞാൻ പറഞ്ഞോട്ടെ, അതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. ആകാൻ ഒരിക്കലും ഞാൻ അത് ചെയ്തിട്ടില്ല. ഷീ ഈസ് എൻ ഇൻഡിപെൻഡന്റ് ലേഡി ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. അതെ, തീർച്ചയായിട്ടും. യെസ്, സംവെയർ ഐ ഡിഡ് സം മിസ്റ്റേക്ക് ആൻഡ് ഐ ആക്സെപ്റ്റ് ദാറ്റ് ആസ് വെൽ. എനിക്ക് ഞാൻ പറഞ്ഞോട്ടെ, അതിന്റെ ഉത്തരം പറഞ്ഞോട്ടെ. അപ്പം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു. ഞാനൊരു കോഴ്സിന് ചേർന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ IT അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അപ്പം വേറൊരു സ്ഥാനത്തിന് തന്നെ പഠിക്കാൻ വേണ്ടി പോയി. ഓക്കെ, ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞുണ്ട്, ഞാൻ കുഞ്ഞെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പഠിക്കാൻ പോവായിരുന്നു. അപ്പം എന്തിനാ ഞാൻ ദുബായി പോയി ജോലി ചെയ്യാൻ, അവിടെയും ജോലി ചെയ്യാൻ, അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, ഞാൻ അവിടെ ഒരു ഡെവലപ്മെന്റ് കോഴ്സിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എന്തിനാ എൻ്റെ പ്ലാൻ എന്താ, ദുബായി പോയിട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇതെല്ലാം വന്നോണ്ട് ആ പ്ലാൻ എല്ലാം ഫ്ലോപ്പ് ആയിട്ട് ഞങ്ങള് ഇവിടെ കേരളത്തിൽ തന്നെ നോക്കാം. ഈ ഫ്രസ്ട്രേഷൻ ഇപ്പം നമ്മളിപ്പോ ഭർത്താവ് അത്ര പോരാ എന്ന് പറഞ്ഞൊരു റൗണ്ട് ആണല്ലോ, അതില് രമ്യ കൺവേ ചെയ്യാൻ നോക്കുന്നത് ആ ഒരു സമയത്ത് മോളുടെ തീരുമാനങ്ങളാണെങ്കിൽ കൂടെ വളരെ അധികം സ്ട്രഗിളും ചെയ്തു. അതുകൂടാതെ ഞാൻ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാ മറക്കുന്നത് ആ സമയത്ത്? ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല രമ്യ, മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല. ഞാൻ തിരിച്ചു വന്ന് നിനക്കും മോനും വേണ്ടിയിട്ടാണ്, അത് നീ മനസ്സിലാക്കണം. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് എന്നോട് ഇതാ പറഞ്ഞത് സെൽഫിഷ് ആണെന്ന്. ഒരു മാരേജ് എന്ന് പറയുന്നത് രണ്ട് ഫാമിലി തമ്മിൽ ഉള്ള മാരേജും കൂടിയിട്ടാണ്, നീ മനസ്സിലാക്കണം. അതെ, അപ്പൊ ഒരിക്കലും ഞാൻ സ്ട്രഗിൾ ചെയ്തപ്പോ എന്റെ ഫാമിലി സ്ട്രഗിൾ ചെയ്തു. ഞാൻ സ്ട്രഗിൾ ചെയ്തപ്പോ എന്റെ ഫാമിലി സ്ട്രഗിൾ ചെയ്തു. എനിക്ക് വരാൻ പറ്റായിട്ടായിരുന്നു, ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക ഞാൻ ട്രിവാൻഡ്രം പോയി നിൽക്കുമായിരുന്നു. ഞാൻ ഡൽഹിയിലായിരുന്നു. ഞങ്ങൾ മോളുടെ കല്യാണത്തിന് 2017 ഞങ്ങൾ ഇവിടെ സെറ്റിലായത്. അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നു, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മനസ്സിലായി. പക്ഷെ മമ്മി എന്നോട് ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുന്നത്, നീ ഗിരീഷിനെ മനസ്സിലാപ്പിക്ക്, ഫിനാൻഷ്യൽ പ്രോബ്ലം എന്തിനാ കുറെ വട്ടം പ്ലാൻ ഇട്ട്. ഒരു മിനിറ്റ് പറഞ്ഞോട്ട്, കുറെ വട്ടം എന്നോട് പറഞ്ഞു ബാ നമുക്ക് പോവാം. ബിക്കോസ് ആളും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, കുഞ്ഞിനും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല, ഒന്നും ഇല്ല, ആളും ഭയങ്കര സങ്കടത്തിൽ തന്നെയായിരുന്നു. അപ്പം പറഞ്ഞു ബാ നമുക്ക് പോവാം ദുബായിക്ക്, ഞാൻ നിന്നെ കൊണ്ടുപോകാൻ ഇടയ്ക്ക് പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മമ്മിയോട് ഇങ്ങനെ പറയും, മമ്മി തന്നെ പറഞ്ഞു നീ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അവൻ എടുത്ത് ചാടിയാണ് എല്ലാം ചെയ്യുന്നത്, നീ പറഞ്ഞ് മനസ്സിലാക്കിയ എന്നോട്. എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര സങ്കടം തോന്നും. ബിക്കോസ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ട്രെയിനിൽ പോകുന്ന ആ ഒരു ഫേസ് എന്ത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അല്ല, അത് എനിക്കും അറിയാം. രാവിലെ ഞാൻ വിളിക്കുമ്പോൾ പറയും 4 മണിക്ക് പോകണം, വൈകിട്ട് 11 മണി ആവും എത്താന്നൊക്കെ പറയും. പക്ഷെ ഗിരീഷ് ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവന് ജോലി വേണ്ടേ? കാരണം മോളുടെ കല്യാണം ഉണ്ടായിരുന്നു, വീട് പണി ഉണ്ടായിരുന്നു, എല്ലാം കൂടി. അത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ നിന്നിട്ട് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരിയാ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു സീരിയസ്ലി, ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിക്കണ്ടായിരുന്നു, എനിക്ക് നിന്റെ സ്ട്രഗിൾസ് എല്ലാം എനിക്കറിയാം, ഞാനത് കണ്ടിട്ടുള്ളതാണ്. കാരണം ഞാൻ അവധിക്ക് വരുന്ന സമയത്ത് തന്നെ ഞാനായിരുന്നു ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നത്. കറക്റ്റ്. സോ എനിക്ക് അറിയാം ആ ബുദ്ധിമുട്ട്. അതുകൂടാണ്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷവും ഞങ്ങൾ കുറച്ചു കാലം എനിക്ക് ജോലി ഇല്ലാത്തതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, തിരുവല്ലയിലായിരുന്നു ഞാൻ താമസം, വൈഫ് ഹൗസിലായിരുന്നു ജോലി. ഞാനും ആക്ച്വലി ഇന്റർവ്യൂ ഉള്ള സമയത്ത് ട്രിവാൻഡ്രത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ജോലി നോക്കുന്നുണ്ടായിരുന്നത്, ജസ്റ്റ് ബിക്കോസ് ഓഫ് രമ്യ. ഞാൻ ഒരിക്കലും അത്രയും അഡവന്റ് ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ രമ്യയുടെ ജോലി ഞാൻ റിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് കൊച്ചിയിൽ എനിക്ക് നോക്കായിരുന്നു. ഒരു മോനാണ്, ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസം. ഇപ്പൊ ഞങ്ങൾ അവനെ ഡേ കെയറിലാണ് വിടുന്നത്, ബിഫോർ കൊറോണ. എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല എൻ്റെ മോനെ ഡേ കെയറിൽ വിടുന്നത്. അഥവാ ഞാൻ കൊച്ചിയിലായിരുന്നെങ്കിൽ മേ ബി ദർ ഇസ് എ പോസിബിലിറ്റിക്ക് ആളുടെ അമ്മ ഇല്ലെങ്കിൽ എൻ്റെ അമ്മ വന്നിട്ട് ആരെങ്കിലും ഒരാൾക്ക് കൂടെ വന്ന് താമസിക്കാം. അത് കാരണമാണ് ഞാൻ ആളോട് കൊച്ചിയിൽ ജോലി നോക്കാൻ പറഞ്ഞത്, അല്ലാണ്ട് എൻ്റെ സെൽഫിഷ്നെസ് അല്ല രമ്യ, പ്ലീസ് മനസ്സിലാക്കണം അത്. ഈ വേദിയിൽ സെൽഫിഷ് ആണെന്ന് പറഞ്ഞില്ല, എന്നെയല്ല പറഞ്ഞ ഞാൻ സെൽഫിഷ് ആണെന്ന് കുറെ കാലമായി എന്റെ മനസ്സിലിരിക്കണു. അതൊന്ന് നീ ക്ലിയർ ചെയ്ത് വിടണം ഇവിടെ. അതെ, ഞാൻ ക്ലിയർ ചെയ്തു. അത് പറഞ്ഞു ശരിയായില്ല, ഞാൻ പറഞ്ഞു. ഇതിന് സെൽഫിഷ്നെസ് അല്ല പറയാ, ഇതിന് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാ. യു ആർ അഡ്മെന്റ്, ഐ വാസ് നോട്ട് അഡ്മെന്റ്. പ്ലീസ് കം ഓൺ. ഞാനൊരു ചെറിയ ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അതായത് അമ്മ ഡൽഹിയിലാണ്, ഇയാള് ദുബായിലാണ്. പ്രസവത്തിന് നാട്ടിക്കൊണ്ടാക്കി, പ്രസവം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം, അതായത് ദുബായിൽ നിന്ന് ദുബായിലോട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് താൻ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരുന്ന
സമയത്ത് തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ ജോലി ചെയ്യാൻ കയറി. ഈ ജോലി തിരുവനന്തപുരത്താണ് കിട്ടിയത്. ഇത്രയും കറക്റ്റാണ്. അദ്ദേഹം കൊച്ചിയിലൊരു ജോലി നോക്കാന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ കുറച്ചുകൂടെ ബെറ്റർമെന്റ് ഉള്ള ഒരു ജോലിയും നോക്കണമായിരുന്നോ അതോ തിരുവനന്തപുരത്ത് തന്നെ സെറ്റിൽ ചെയ്യണമായിരുന്നോ? അങ്ങനൊന്നും ഇല്ല. എനിക്ക് എവിടെ ഞാൻ എല്ലായിടത്തും ജോലി നോക്കുന്നുണ്ട്. പക്ഷെ ലക്കിന് എനിക്ക് ആദ്യം കിട്ടിയപ്പോൾ ഞാൻ വേറെ എങ്ങും നോക്കുന്നില്ല. ഇതിൽ കേറാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടി ബെറ്റർ കമ്പനി രമ്യക്ക് നോക്കാമായിരുന്നു. പ്ലീസ് രമ്യ, അത് സമയത്ത് നിനക്ക് കിട്ടി. യു ആക്സെപ്റ്റഡ് ദാറ്റ്. ഐ ആക്സെപ്റ്റഡ് ദാറ്റ്. ഒരു ഈ ജോലി തിരുവനന്തപുരത്തെ ജോലി ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്ന ഒരു ജോലിയായിരുന്നോ അതോ തന്റെ ഒരു ആഗ്രഹമായിരുന്നോ അതോ ചെയ്യാതെ വേറൊരു നിർവാഹം എന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 1 ഇയറിന്റെ ഗ്യാപ്പായി. ഓക്കെ, എനിക്കിനി എക്സ്പീരിയൻസ് അത് നല്ലതായിട്ട് എക്സ്പീരിയൻസ് ആ ഒരു ഗെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ നല്ല കമ്പനി സ്വിച്ച് ചെയ്യാനാണ് പ്ലാന്. അത് ഞാൻ ചെയ്യുകയും ചെയ്തു. എനിക്ക് ലക്കിലി കിട്ടിയതും ട്രിവാൻഡ്രം തന്നെയാണ്. എന്നിട്ട് അത് ഞാൻ ഒരു നല്ല ഇപ്പം ഫേമിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് എനിക്ക് ഈവൻ ഗിരീഷനെ പറയുന്നത് നീ ഇപ്പം നല്ല ഫേമില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെ ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ചെയ്തത്. അതെ, അപ്പൊ ആകെ തോന്നിയൊരു കാര്യം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം സെൽഫിഷ് ആണെന്ന് പറഞ്ഞതാണ്. അത് ശരിയായില്ല. സീരിയസ് അല്ല, ഞാൻ ഗിരീഷ് സെൽഫിഷ് ആയെന്നല്ല പറഞ്ഞത്. ഗിരീഷ് എന്നെ സെൽഫിഷ് പറഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. സെൽഫിഷ് ആണെന്ന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ദുബായിന്ന് വന്ന ശേഷം ദുബായിൽ ജോലിയൊക്കെ വിട്ടിട്ട് വന്നല്ലോ ഞാൻ ഗിരീഷ്. ഉദ്ദേശിച്ചത് അതൊന്നും അല്ല. ആള് സെൽഫിഷ് ആണെന്ന് ഞാൻ ഞാൻ കുറച്ച് ഫോഴ്സ് ചെയ്തത്. എനിക്കിനിയും റിസ്ക് എടുക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഉണ്ട് 3 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ട് വേറെ നല്ല ഇതിൽ എന്റെ പ്ലാനിങ്സ് ഞാൻ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നോക്ക് ഇതാ ബെറ്റർ എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ഞാൻ കൊച്ചി നോക്കുന്നില്ല, എനിക്ക് കൊച്ചിയാണ് ഇഷ്ടം, എനിക്ക് ട്രിവാൻഡ്രത്ത് പോകണമെന്ന് ഒരു താല്പര്യമില്ല, പക്ഷെ നിന്റെ സെൽഫിഷ്നെസ് കാരണമാണ് ഞാൻ ഇപ്പൊ അവിടെ നോക്കുന്നതെന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് നോക്കുന്നതെന്നുള്ളത് അഥവാ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് എൻ്റെ മനസ്സിൽ വല്ലതും വന്നു ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതിന്റെ പിന്നിൽ വേറെ ഒരു എന്താ പറയാ ദുരൂഹത ഇല്ല ആക്ച്വലി. ഈ ഫിനാൻഷ്യലി ഗിരീഷ് ആണല്ലോ ഹെൽപ്പ് ചെയ്തത് വീട് പണിയാനും പെങ്ങളുടെ കല്യാണത്തിനും. ദുബായിൽ ഒരുപക്ഷെ നിങ്ങളെ കൊണ്ടുപോകാൻ ഇവരെ കൊണ്ടുപോകാൻ സഹായിക്കാൻ പറ്റിയൊരു കാശായിരുന്നായിരിക്കും അത്, അല്ലേ? ഓക്കെ, അപ്പൊ ആ കാശും കൊണ്ട് ഇവരെ കൊണ്ടുപോകാമായിരുന്നു. അത് സാക്രിഫൈസ് ചെയ്തത് രമ്യയല്ലേ? രമ്യയാണ്. അപ്പൊ രമ്യ ഗിരീഷിന്റെ അടുത്ത് സംസാരിച്ചു, നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചു, ശരി എന്നാ ഒരു കാര്യം ചെയ്യുക, നമുക്ക് സഹോദരിയുടെ കല്യാണത്തിന് വേണ്ടി എടുത്തോളൂ, വീട് പണിക്കെടുത്തോ, ഞാൻ ഇവിടെ കുറച്ച് നാളിൽ നിന്ന് ഞാൻ ജോലി നോക്കാം. അത് രമ്യ സമ്മതിച്ചു. രമ്യ സമ്മതിക്കല്ല ചെയ്തത്, രമ്യയുടെ ഡിസിഷൻ ആയിരുന്നു അത്. ശരി, രമ്യ ഡിസൈഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞ ശേഷം ഗിരീഷിന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് എന്ന് രമ്യയുടെ മനസ്സിലുണ്ടാവും. വിചാരിച്ചോളൂ, ഗിരീഷ് ദുബായിലാണ്, ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആഗ്രഹം ഭർത്താവിനോട് നിൽക്കാനാണ്, അല്ലെ? ആ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിരീഷിനെ ഫോഴ്സ് ചെയ്തു തിരിച്ചു വരാൻ. ഗിരീഷ് തിരിച്ചു വന്ന് ഗിരീഷ് ഒരു പക്ഷേ തിരിച്ചു പറഞ്ഞ ആദ്യത്തെ അല്ലെങ്കിൽ സംസാരത്തിൽ വന്ന ഒരു കാര്യം പറയുന്നത്, നീ എത്ര സെൽഫിഷ് ആണ്, നീ എന്നെ തിരിച്ചു വരുത്തി നിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിനക്ക് ട്രിവാൻഡ്രം പോകണം, അവിടെ മാത്രമേ നിനക്ക് ജോലി നോക്കിയാൽ മതി. ഇതാണോ കോണ്ടെക്സ്റ്റ്? ഓ എന്റെ അമ്മേ, കുറച്ച് നേരം എടുത്തു. പിന്നെ റിസപ്ഷന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന ഡൽഹിയിലെ ഒരു 2 റൂം ഫ്ലാറ്റിലാണ്. ഓക്കെ, സോ ആ സമയത്ത് രമ്യയുടെ ഫുൾ ഫാമിലി അവിടെ വന്നു. ആ സമയത്ത് ആദ്യമായിട്ടാണ് രമ്യ കല്യാണം കഴിഞ്ഞിട്ട് ഡൽഹിയിലോട്ട് കൊണ്ടുവന്നു. ഒരു 10-15 ഡേയ്സ് കഴിഞ്ഞിട്ട് റിസപ്ഷൻ ആയിരുന്നു വന്നതിന്റെ നെക്സ്റ്റ് ദിവസം. ചെറിയ ചെറിയ കാര്യങ്ങളും അത് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിൽ എനിക്കത് വളരെ മനസ്സിലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഇറിറ്റേറ്റഡ് ആയിരിക്കും ആ ത്രൂ ഔട്ട് ഡേ. സോ ആ ദിവസം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും റെഡിയായി, എല്ലാം കഴിഞ്ഞു. ഈ ഡൽഹിയിൽ 2 ടൈമിലാണ് വെള്ളം വരുന്നത്. ഓക്കെ, ഉച്ചയ്ക്ക് വരും, 3 നേരം, രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, വൈകുന്നേരം വരും. അപ്പൊ വൈകുന്നേരം വെള്ളം ആ ദിവസം വന്നില്ല. അപ്പൊ ഉച്ചക്കലത്തെ വെള്ളം മാത്രം ഉണ്ടായിരുന്നു ടാങ്കിയിൽ. ഇവരെല്ലാവരും കുളിച്ചു റെഡിയായി, കുട്ടപ്പന്മാരായിട്ട് റെഡിയായി. അവളും രമ്യയും കുളിച്ചു. ഞാൻ മാത്രം റെഡി ആയിട്ടില്ല. എനിക്ക് എൻ്റെ ആളുടെ ഒരു ഭയങ്കര ആഗ്രഹം മാച്ചിങ് ഡ്രസ്സ് ഇടണം. അത് എപ്പോഴും ഉള്ളതാണ്, അത് എപ്പോഴും കണ്ടോളൂ, മാച്ചിങ് ഡ്രസ്സാണ്. സോ ആ ദിവസം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ആളിട്ടത് വേറെ ഡ്രസ്സ്, ഞാൻ കോട്ടും സൂട്ടും ഇട്ടു. എനിക്ക് അതിന് അനുസരിച്ചിട്ടുള്ള കളറുള്ള ടൈ കിട്ടിയില്ല. അതിന്റെ ഇറിറ്റേഷൻ, വെള്ളം വരാത്തതിനും ടൈ കിട്ടാത്തതിനും പുള്ളിക്കാരത്തി അല്ലല്ലോ കാരണം. അല്ല ഇവരോട് രാവിലെ മുതൽ കുളിക്കാൻ പറയണത് അത് ഇവന്റെ തെറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോ കറണ്ട് പോയി. ആ വിഷയം, അതായത് റിസപ്ഷൻ വിഷയം, ഇങ്ങനെ സമയത്ത് താൻ ഇറങ്ങാത്തതിൽ പുള്ളിക്ക് ദേഷ്യം പറഞ്ഞതുകൊണ്ട് അവിടെ എത്തിയപ്പോ ദേഷ്യം തിരിച്ചു കാണിച്ചു. നിങ്ങൾ വേറെ പോയി. ദേഷ്യം തിരിച്ചു കാണിക്കില്ല, ഞാൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു. ആൾ എന്നോട് കുറെ തിരിച്ചു പറഞ്ഞു. ആ സമയത്ത് ആളുടെ അമ്മയച്ഛനും ഉണ്ടായിരുന്നു. ആളുടെ അമ്മയച്ഛനും എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ആ ഒരു ദേഷ്യത്തിൽ നിന്നപ്പോഴാണ് എനിക്ക് ആ ഫോട്ടോഷൂട്ടില് ഇറിറ്റേഷൻ ഞാൻ കാണിച്ചത്. ഗിരീഷിന് പെട്ടെന്ന് ദേഷ്യം വരും. മനസ്സിലായിട്ടേ ഇല്ല. അതിന് പെട്ടെന്ന് ദേഷ്യം വരും. റിയലി സോറി രമ്യ. ആ ദിവസം അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
എന്നോട് ക്ഷമിക്കുക. ഞാൻ ഒരിക്കലും അത് സീരിയസ്ലി അങ്ങനെ വിചാരിച്ചിട്ടല്ല, അങ്ങനെ വന്നു പോകുന്നതാണ്. ഐ എം റിയലി സോറി. ആൻഡ് ഫോർ ദാറ്റ് ഫോട്ടോഷൂട്ട് ഐ വിൽ ഡു ഇറ്റ് നൗ. ഇതാണ് സ്റ്റേജിൽ റിസപ്ഷനിൽ വെച്ച് ഫോട്ടോഗ്രാഫർ ചെയ്യാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അല്ല അത് ഞാൻ പോയിട്ട് പറഞ്ഞിട്ടില്ല ചെയ്യരുതെന്നല്ലേ. ചിലപ്പോ പപ്പ അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 എടുത്തോന്ന് പറയും, 10 പ്രാവശ്യം ആ ഫോട്ടോ എടുത്തോന്ന് പറയും. പപ്പ പറഞ്ഞിട്ടായിരിക്കും ഇതൊന്നും വേണ്ടതല്ല, പുള്ളിക്ക് അത്ര ഇഷ്ടമൊന്നും അത്. ഏതായാലും ഇത് ഇങ്ങനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ ആരുടെ ഇപ്പൊ ചില ടാറ്റിക്സ് എന്ന് പറയാം. നമ്മളിപ്പോ തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് പുള്ളിക്കാരത്തി വിളിച്ചാൽ പുള്ളിക്കാരത്തിനെ കൊണ്ട് തനിക്ക് കൊച്ചിയിലോ ദുബായിലോ ഒക്കെ പോവാം. പക്ഷെ നിങ്ങൾ സെൽഫിഷ് ആണെന്നും പറഞ്ഞാൽ ഈ ലോകം ഉണ്ടായ കാലം തൊട്ട് ഇതുവരെ ഒരാളും അത് സമ്മതിച്ചിട്ടില്ലാത്ത ആരോപണങ്ങളാണ്. അങ്ങനത്തെ ആരോപണങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഇത് ആരാ ഇവിടെ ചെയ്തതെന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. ആരെങ്കിലും പറയോ ഞാനാ ചെയ്തത്? ഒരിക്കലും ഇത്തരം കുറെ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ അപ്പൊ ആൻസർ കിട്ടുന്ന ഉത്തരങ്ങളില്ല അതിനകത്ത്. അപ്പം അത്തരം കാര്യങ്ങൾ ആരോപിക്കരുത്. പുള്ളിക്കാരത്തി അത്രയും പാടുപെട്ട് നിന്നൊരു സമയമായതുകൊണ്ടാണ്. പുള്ളിക്കാരത്തി ഒട്ടും സെൽഫിഷ് അല്ലായിരുന്നു. നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം വരും ആർക്കായാലും. അതായിരുന്നു പ്രശ്നം തോന്നുന്നു. സന്തുഷ്ടമായ കുടുംബജീവിതത്തിന് ഇനിയും അവൻ കുളിച്ചിട്ട് ഇവള് കുളിക്കട്ടെ. ആദ്യം അവൻ കുളിക്കട്ടെ. എല്ലാവരും ഭർത്താക്കന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം, നിന്റെ ഇത്രയും കഴിവ് ഇവിടെ വരുന്ന റൗണ്ടുകളിൽ നീ കാണിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് നിനക്ക് കിട്ടിയാനെ. എവിടെ എത്തണ്ടവൻ ഇവൻ അവിടെ ഇരിക്കും. അവന് ഭയങ്കര ഈ രമ്യനെ കാണാനല്ലേനോ ഗൾഫിൽ നിന്ന് ഗിരീഷ് വന്നത് 3 ദിവസം കൊച്ചിയിലേക്ക്. എന്നിട്ട് ഈ രമ്യ മനസ്സിലാക്കിയില്ലല്ലോ ഗിരീഷിനെ. ആ കേസ് തീർന്നതാ. അത് ഫയൽ ക്ലോസ് ചെയ്തതാ. എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടാവുമ്പോൾ കുറച്ചൊക്കെ ക്ഷമിക്കണ്ടേ? അതുകൊണ്ടല്ലേ ട്രാവൽ ചെയ്തത് അത്രയും ബുദ്ധിമുട്ടിയത്. അല്ല, ദുബായിൽ നിന്ന് 3 പ്രാവശ്യം വന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ പാടാണ് തിരുവനന്തപുരം ട്രെയിനിൽ പോകുന്നത്. ദുബായ് സുഖമല്ലേ? അല്ല, അത് പുള്ളിക്കാരത്തിന് തന്നെ നിർബന്ധത്തിന് പോയതെന്നും പറയുന്നുണ്ട്. എനിക്ക് വയ്യ. കല്യാണത്തിന് മുമ്പാണെങ്കിൽ എല്ലാം പോസിറ്റീവ്സ് ആണ്, മനസ്സിലായില്ലേ? അതാണ് സംഭവം. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ നെഗറ്റീവ്സ് കാണുന്നത് ഭർത്താക്കന്മാരുടെ. പക്ഷെ അതൊരു രസമല്ലേ? അതാണല്ലോ ലൈഫ്. അമ്മമാരൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ, പോസിറ്റീവ്സും നെഗറ്റീവ്സും കൂടെ ചേരുന്നതാണ് ലൈഫ്. മനസ്സിലായില്ലേ? പിന്നെ പലപ്പോഴും ഒക്കെ മോളെ നീ ഇത് എനിക്ക് വേണ്ടി അല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഈ കാര്യങ്ങൾ മാറ്റി വെച്ചല്ലോ, കുറച്ച് സാമ്പത്തികം. അപ്പം നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തല്ലോ, എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തല്ലോ എന്ന് വല്ലപ്പോഴും ഒന്ന് സുഖിപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഗിരീഷിനോടാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഓർമ്മിപ്പിച്ചാൽ മതി. ഓക്കെ. എന്റെ അമ്മ റൗണ്ടിൽ ഇനി വരുന്നു റിവാസ് ആൻഡ് ഹെബ. ഉമ്മ, ഐ എം റിയലി ബ്ലെസ്ഡ് ടു ഹാവ് യു ആസ് എ മദർ. കാരണം ഇത്രയും സപ്പോർട്ടിങ്, ഇത്രയും കെയറിങ് ആയിട്ടും എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ളൊരു എനിക്ക് ഞാൻ എൻ്റെ സ്കൂൾ ലൈഫിലായാലും വർക്ക് ലൈഫിലൊക്കെ ഞാൻ ആദ്യം വന്നിട്ട് മൊമെന്റ്സ് ഷെയർ ചെയ്യാറ് ഉമ്മൻ്റെ അടുത്താണ്. കാരണം എനിക്ക് അധികം എല്ലാവർക്കും അറിയാം, എനിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. റീ ഉമ്മയുള്ളൊരു ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്. റീ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ഉമ്മാൻ്റെ അടുത്താണ്. റീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഉമ്മ. ഉമ്മൻ്റെ അടുത്ത് അങ്ങനെ വളരെ ചുരുക്കം കാര്യങ്ങൾ ഞാൻ ഒന്നും മറച്ചു വെച്ചതായിട്ട് എനിക്ക് അറിയില്ല, എൻ്റെ ഓർമ്മയിലില്ല ഉമ്മൻ്റെ അടുത്ത് മറച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഉമ്മൻ്റെ മകനായി ജനിക്കാൻ പറ്റിയതിൽ എൻ്റെ കഥകൾ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ ഒരു 20s വരെയുള്ള കഥകളൊക്കെ നമ്മളടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരിക്കാറുണ്ട്. അത് ഉമ്മ പറഞ്ഞതിൽ എനിക്ക് എടുത്തു നിൽക്കുന്ന ഒരു ഇൻസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൗതുകത്തോടെ കേട്ടുന്നത് ഉമ്മൻ്റെ വീട്ടിൽ മമ്മൂട്ടി ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൈമാണ് അവർ വാക്ക്മാൻ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. വാക്ക്മാൻ ഇറങ്ങിയ സമയത്ത് ഉമ്മ പറയും ആദ്യമായിട്ട് കാണുമ്പോൾ അത് ഇക്കൻ്റെ അടുത്താണ്, മമ്മൂട്ടിക്കൻ്റെ അടുത്താണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഫസ്റ്റ് ടൈം അവരത് ചെവിയിൽ വെക്കുന്നത് മമ്മൂട്ടി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്നുള്ള രീതിയിലൊക്കെ ഉമ്മ പറയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര കൗതുകത്തോടെ നമ്മളത് കേട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. കല്യാണത്തിന് മുന്നേ പൊതുവെ എല്ലാവർക്കും ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. നമ്മൾ പുതിയൊരു ഫാമിലിയിലോട്ട് പോവാണ്, പുതിയ വീട്, പുതിയ ഹസ്ബൻഡ് എന്നല്ല, ഭർത്താവ്, വീട്ടുകാർ, അവരെങ്ങനെയാ നമ്മളോട് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരുപാട് ടെൻഷൻസും കൊണ്ടാണ് ശരിക്കും നമ്മളൊരു പുതിയ വീട്ടിലോട്ട് പോവുക. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ്
എൻ്റെ റീയും എൻ്റെ ഉമ്മയും. പക്ഷേ ഞാൻ വീട്ടിലോട്ട് വന്നപ്പം മാഷാല്ലാ ഉമ്മ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ കോഴ്സ് എല്ലാം ഉമ്മക്ക് ഞാൻ പഠിക്കണം, ഞാൻ എന്തെങ്കിലും ഒന്ന് കൂടാൻ, നമ്മൾ പറയില്ല കിച്ചണിലോട്ട് വരികയാണെങ്കിൽ ഉമ്മ പഠിച്ചോ, ഇപ്പോൾ പഠിക്കേണ്ട ടൈമാണ്, ഇതൊക്കെ പഠിക്കാൻ എനിക്ക് സമയമുണ്ട്. ഉമ്മ വളരെ സപ്പോർട്ടീവാണ്. ഉപ്പക്ക് ദുബായിൽ മൾട്ടിപ്പിൾ വെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ സമയത്ത് എനിക്കൊന്ന് ഒരു വെഞ്ചർ, ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത് ഉമ്മാൻ്റെ പേരിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ. അപ്പോൾ അത് വിചാരിച്ച പോലെ ടേക്ക് ഓഫ് ആയില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് ചുറ്റി വരുമ്പോൾ സമയത്തൊക്കെ ഈക്വൽ സപ്പോർട്ടാണ് ഉമ്മപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഉമ്മാൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ആൾ ഈ പാവത്തരം ഇതൊക്കെ ആണെങ്കിലും ഉമ്മയുടെ വേ, ഉപ്പാനെ റീനെയും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും, ഷീ നോസ് എവറിത്തിങ്. ഉമ്മ നല്ലൊരു കുക്കാണ്, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ട് ഞാനും വെയിറ്റിംഗ് ആണ് ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ. ദ വേ ഷീ സപ്പോർട്ട്സ് എ ഫാമിലി, ഉപ്പ ആണെങ്കിലും റീന ആണെങ്കിലും എല്ലാം. ഉമ്മാനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പോലെ ഒരു ഫീലേ ഉണ്ടായിട്ടില്ല. പറയുമ്പം എനിക്ക് അധികം ബോണ്ടിങ് പറയാൻ സമയം ആയിട്ടില്ല. ഞങ്ങൾ 4 മാസമായിട്ടുള്ളൂ ഉമ്മാൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കാരണം എനിക്കിങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് അങ്ങനെ പറയാൻ, പക്ഷേ ഈ 4 മാസത്തിൽ ഉമ്മ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ചില്ലുവാതിലിൽ പൂനിലാപ്പാളി നീന്തി വന്നുവെന്നോ, ചിന്നിടും സ്നേഹരാഗ പഞ്ചമം ചേർത്തു വെച്ചതാരോ, വഴിയിന്മേലെ ഞങ്ങൾക്കായി മേലാപ്പു തീർക്കും. ഉമ്മ ഭയങ്കര ഹാപ്പി മൂവ്മെന്റ് ആണ് ഇതൊക്കെ. ശരിയാ. ഈ വീട്ടിലിരിക്കുന്ന ഓരോ അമ്മമാരും അവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ ജീവിതം തന്നെ യുനോ സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ അവരുടെ അടുത്ത് ഇങ്ങനെ തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ഷോയിലൂടെ പറ്റുകയാണെങ്കിൽ നമ്മൾ ചെയ്യുമല്ലോ. അങ്ങനത്തെ ഒരു ചെറിയ സെഗ്മെന്റ് ആയിരുന്നു ഇത്. എന്റെ ഉപ്പാന്ന് ഞാൻ പറഞ്ഞില്ല അന്ന്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് കലാകാരന്മാരൊക്കെ. അപ്പൊ അത് കണ്ട് വളർന്നവരാണ് ഞങ്ങൾ എല്ലാവരും. എപ്പോഴും പാട്ടൊക്കെ ആയിട്ട് ഉപ്പ അങ്ങനെ ഒരു ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. പിന്നെ ചെന്നൈയിലാണെങ്കിലും നാട്ടിലാണെങ്കിലൊക്കെ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. കാരണം ഒരുപാട് പേരെ കാണാൻ ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും പോകും. ഫിലിം ആക്ടേഴ്സിനൊക്കെ കാണാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ. പക്ഷെ അവർക്ക് ഫുഡ് കൊടുക്കലാണ് എൻ്റെ ഉമ്മക്ക് മെയിൻ ജോലി. അപ്പൊ ആ ഉമ്മാന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കും കൂടി കിട്ടിയത്. അതാണ്. ഞാനൊരു ഡയറക്ടർ ആയിരുന്നു ദുബായില്. ഞാൻ രഞ്ജിനിയെ വെച്ച് ഞങ്ങൾ ഷോ ചെയ്തിട്ടുണ്ട്. രഞ്ജിനി അമ്മയുടെ പേരിലൊരു ബിസിനസ് തുടങ്ങിയിട്ട് ഇച്ചിരി പാഴായി പോയി എന്ന് പറഞ്ഞില്ലേ, അതാണ് രഞ്ജിനിയുടെ വെച്ച് ചെയ്ത ഷോ. ഞാൻ വന്ന് ഷോ ചെയ്തോടെ ഐ ആം സോറി. അസോസിയേഷൻ ആയിരുന്നു അസോസിയേഷൻ MPL എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് പ്രീമിയർ ലീഗ് ചേച്ചിയായിരുന്നു ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐഡിയ സ്റ്റാർസിംഗിലെ ലീഡിങ് എല്ലാവരും വെച്ചിട്ട് നമ്മളൊരു ഷോ അവിടെ അൽനാസർ ലെഷർ ലാൻഡിൽ വെച്ചിട്ടായിരുന്നു. അൽനാസറിൽ വെച്ചിട്ട് അൽനാസറിൽ എല്ലാ കുറെ ഷോസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു സമയത്ത് സ്റ്റാർ സിംഗേഴ്സും ഞാനും കുറെ ഷോസ് വന്നിട്ടുണ്ട്. ഷോ ശ്രേയ ഘോഷലായിരുന്നു. വന്നിട്ടുണ്ടാവും, തീർച്ചയായിട്ടും വന്നിട്ടുണ്ടാവും. ആ ഷോയില് കോമഡി അങ്ങനെയൊക്കെ വേണ്ടെന്ന് വെച്ചോ? അല്ല, ഞാൻ ചോദിച്ചതാണ്. ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അപ്പോഴേക്കും ഒരുപാട് ഇഷ്യൂസ് വന്നു അതില്. അങ്ങനെ പ്രോഗ്രാം ഒക്കെ നല്ലതായിരുന്നു. പ്രോഗ്രാം ഒക്കെ എന്നാലും ഒരു കുറവുണ്ടായിരുന്നു. ഉമ്മ ഏറ്റവും കൂടുതൽ കാണുന്നത് രമേശ്. പക്ഷെ ബുക്ക് ചെയ്തത് രഞ്ജിനിയുടെ പരിപാടിയല്ലേ? പുള്ളിക്കാരത്തേക്ക് കാണാൻ ഞാനും ബുക്ക് ചെയ്യാൻ രഞ്ജിനി, അത് വേണ്ട. ആ സമയം 2007, 2008, 2009 എന്നൊക്കെ പറഞ്ഞാൽ എന്തോരം ദുബായിക്ക് വന്നിട്ടുണ്ട്. സമയത്തൊക്കെ അവിടെ തന്നെ ആയിരുന്നു ഞങ്ങളൊക്കെ. രമേശിന്റെ ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ച അവിടെ എവിടെയെങ്കിലും പരിപാടിക്ക് വന്നോണ്ടിരുന്ന സമയമായിരുന്നു. റിവാസ് അങ്ങനെ പറഞ്ഞാൽ മതി. ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പോട്ടെ, പറഞ്ഞു. ചെറുപ്പകാലം കുറെ കാലം ചെന്നൈയിൽ ലൈഫായിരുന്നു. പിന്നെ അത് വിട്ട് കല്യാണം കഴിഞ്ഞു നല്ലൊരു ഫാമിലിയിലേക്കാണ് ഞാൻ എത്തിയതും. കലാകാരനെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. അപ്പൊ അത് കാരണം എനിക്ക് അവിടെ നല്ല എൻജോയ്മെന്റ് തന്നെയാണ്. എല്ലാവരും നമുക്ക് വന്നത് എനിക്കൊരു 12-13 വയസ്സുള്ള സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ അന്നൊക്കെ വാക്മാനൊക്കെ ഫസ്റ്റ് ടൈം കാണുക എന്ന് പറഞ്ഞാല് ഒരു ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു നമുക്ക്. അപ്പൊ അത്രയും ഒരു അന്ന് വാർത്തയുടെ ഒക്കെ ഷൂട്ടിങ്, വാർത്തയുടെ ഒക്കെ സമയത്തായിരുന്നു. പിന്നെ നമുക്ക് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു എൻ്റെ ഉപ്പാന്റെ അടുത്ത് എല്ലാവരും. റിവാസിന്റെ ഉപ്പ നല്ല റൈറ്ററാണ്.
അതൊക്കെ എഴുതുന്ന കൂട്ടത്തിലാണ്. ആൾക്ക് സിനിമയോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഒരു പരിപാടിക്ക് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഒരു കഥ കേൾക്കായിരുന്നു. അതോടുകൂടി മനോരമ മംഗളൊക്കെ വിട്ടു. പിന്നെ ഉപ്പാടെ കഥ തന്നെ ഉണ്ടല്ലോ കേൾക്കാൻ. ശരിക്കും നമ്മളെ ഫാമിലിന് പില്ലർ ഓഫ് സ്ട്രെങ്ത് ഉമ്മ തന്നെയാണ്. എൻ്റെ ഉപ്പനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉമ്മയാണ്. ഉപ്പ ഏതൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് ഉമ്മ കൂടെ ഉണ്ടാവും. ഉപ്പക്ക് അതൊരു വലിയൊരു പ്രചോദനമായിരുന്നു എന്ത് തുടങ്ങുമ്പോഴും. അതിൽ കുറേ കോൺസിക്വൻസസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഉമ്മ തളർന്നിട്ടില്ല. പിന്നെ ഉമ്മക്ക് എപ്പോഴും പുഞ്ചിരി ഉണ്ടാവും ഉമ്മൻ്റെ മുഖത്ത്. ഉമ്മ അത് എല്ലാവരുടെ അടുത്തും ചിരിച്ച് ഉമ്മനുള്ള അകത്തുള്ള ടെൻഷൻ നമ്മളെ അടുത്ത് പോലും ഉമ്മ കാണിക്കില്ല. പിന്നെ എന്തെങ്കിലും വളരെ ഇമോഷണലായ മാത്രമേ ഉള്ളൂ ആൾ ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ കരയോ അങ്ങനെ ഒരു രീതിയിലോട്ട് വരുള്ളൂ ഉമ്മ. അപ്പോൾ ഉമ്മക്ക് എല്ലാവരും ചുറ്റുള്ള എല്ലാവരും ഹാപ്പി ആയിരിക്കണം. ഉമ്മ കാരണം അവർക്ക് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഉമ്മ. അപ്പം എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തിൽ 3 months ഡിസ്ട്രിക്ട് എനിക്ക് കോച്ചിങ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫാദർ ദുബായിലായിരുന്നു. ഈ 3 months എൻ്റെ കൂടെ ഉമ്മ രാവിലെ 7 o'clock എൻ്റെ കൂടെ വരും. ഞാൻ കിറ്റ് എടുത്ത് ഉമ്മൻ്റെ കൂടെ പോവാറുണ്ടായിരുന്നത്. ഈ 3 months അതിൽ റംസാൻ പീരീഡ് ഉണ്ടായിരുന്നു. സോ ഉമ്മ നോമ്പെടുത്തിട്ടാണ് എൻ്റെ കൂടെ വരാം. എന്നിട്ട് എനിക്കുള്ള ലഞ്ച് എല്ലാം പാക്ക് ചെയ്ത് ഉമ്മ 5 മണി വരെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഉമ്മ അതൊക്കെ വളരെ ഫോൺ മെമ്മറീസ് ആണ് എനിക്ക്. പിന്നെ ഹെബ, എനിക്കൊരു കാര്യം പറഞ്ഞാൽ എന്നെക്കാൾ നന്നായിട്ട് ഹെബ ആണ് ഉമ്മനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ റിയലി താങ്ക് യു ഫോർ ദാറ്റ്. അമ്മയുടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ ഞങ്ങളിപ്പോ എല്ലാവരുടെയും അഭിപ്രായം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നല്ലോ, റിവാസ് ഭയങ്കര സുന്ദരനാണ്, നമുക്കൊരു സിനിമയിലോ സീരിയലോ അഭിനയിപ്പിച്ചാലോ എന്ന് ചോദിച്ചപ്പോ ഹേമ പറഞ്ഞു ഞാൻ വിടൂല എന്ന്. ഉമ്മ വിടുവോ? എനിക്ക് തമിഴ് ഫിലിം വന്നാൽ എനിക്ക് തമിഴ് അവൻ പോണത് എനിക്ക് ഇഷ്ടം. പ്രതിഫലം നോക്കിയിട്ടാ പ്രതിഫലം മാത്രം നോക്കിയിട്ടാണെന്ന്. അത് നമുക്ക് നോക്കാം. ഞാൻ ഉമ്മപ്പൂവേന്നാ വിളിക്കാറ്. അയ്യോടാ, ഉമ്മപ്പൂവേന്നാണ് ആ വിളി. പിന്നെ എന്റെ ഉമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ ഫ്രീഡം ഉള്ളതൊക്കെ ആൽബത്തിന്റെ പേര് പോലെ. റീ നായകനും ഹെബ നായികയെ പടത്തി വിടും. അങ്ങനെയാണ് വിടുക. ഫസ്റ്റ് പടത്തിൽ അങ്ങനെ മതി. അത് കഴിയുമ്പോ നായകനെ വേറെ കൊണ്ടുപോകും. പിന്നെ അഭിനയിക്കാൻ അറിയില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മള് ഇന്ന് എന്റെ അമ്മ എന്ന റൗണ്ടിലേക്കാണ് ഇനി കിടക്കാൻ പോവാണ്. സോ എന്റെ അമ്മ എന്ന റൗണ്ടില് ഐശ്വര്യയും അനൂപുമാണ് ഇന്ന് ഇവിടെ വന്ന് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും ലൈഫിലുള്ളതുപോലെ തന്നെ എൻ്റെ ലൈഫിലും നല്ല സപ്പോർട്ട് സിസ്റ്റമായിരുന്നു. പറയാൻ വാക്കുകൾ നമുക്കൊന്നും ശരിക്കും ഉണ്ടാവാറില്ല. നമ്മൾ അത്യാവശ്യം എന്താ പറയുന്നത്, അതിനുള്ള ഒരു വാല്യൂ കൊടുക്കാറില്ല. നമ്മൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആണ്. സ്വന്തം അമ്മയാകുമ്പോഴത്തേക്ക് എല്ലാം ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആണ്. എൻ്റെ സിസ്റ്ററിൻ്റെ പഠിത്തത്തിനും എൻ്റെ പഠിത്തത്തിനും എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടേ ഉള്ളൂ അമ്മ. നമ്മൾ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ആ ഒരു ഡെഡിക്കേഷൻ, സിൻസിയറായിട്ടുള്ള ഇത്. പിന്നെ എന്നെ ഈ തല്ലിപ്പഠിപ്പിക്കലോ ഇതൊന്നും അല്ല, വളരെ ഒരു ഫ്രണ്ടായിട്ടാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയും എൻ്റെ സിസ്റ്ററാണ് എൻ്റെ ആക്ച്വലി അമ്മ. അച്ഛൻ എപ്പോഴും പറയും ഫുഡ് നിനക്ക് വെളിയിൽ പോകുമ്പോൾ ഫുഡ് മേടിക്കുമ്പോൾ നമുക്കായിരിക്കും ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്യുന്നത്. എൻ്റെ ഫാദർ പറയും നിനക്ക് ഈ സമയത്തെ ഇതൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെല്ലാം വലുതായിട്ട് എല്ലാം കഴിക്കും, നീ കഴിക്കാനുള്ളത് കഴിക്കും. പക്ഷേ അമ്മയുടെ എല്ലാ അമ്മമാരുടെയും സ്വഭാവം തന്നെയാണ് കുട്ടികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു ഇതാണല്ലോ, നേച്ചറാണല്ലോ. ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ കൊണ്ടുപോയി എല്ലാ അമ്മയ്ക്ക് ഇഷ്ടമുള്ള അമ്മ എല്ലാ ടൈപ്പ് കാര്യങ്ങളും ട്രൈ ചെയ്യും. എനിക്ക് തോന്നുന്ന ഞാൻ കളിയാക്കി പറയാറുണ്ട്, ഈ അമ്മ ഇവിടെ ഒന്നും ജനിക്കാനുള്ള ആളല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ക്യൂസീൻ, ഇറ്റാലിയൻ ഡിഷസ്, ഇതൊക്കെയാണ് ആൾക്ക് ഇഷ്ടം. എൻ്റെ ഫാദർ ഇന്ന് ഏതെങ്കിലും നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഒരു നല്ലൊരു പേര് കേട്ട ഒരു ബിസിനസ്സുകാരനാണ് ദുബായിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻ്റെ മദറാണ്. കാരണം പുള്ളിക്കാരി എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അച്ഛൻ പല സ്ഥലത്ത് പറയാറുണ്ട്, ഷീ ഈസ് മോർ ലൈക്ക് എ ഫ്രണ്ട് ടു മീ ദാൻ എ മദർ. അതാണ് ഒരു ഉള്ളടക്കം.
എന്റെ അമ്മ എന്റെ കൂട്ടുകാരി അല്ലേ? അതായിരിക്കണമായിരുന്നു ടൈറ്റില്. അമ്മ അതെ, മോനെന്ന് പറഞ്ഞാല് എൻ്റെ പെറ്റാണ്. അതെ, മനസ്സിലായി. അത് ഞങ്ങൾക്ക് തുടക്കം മുതലേ അതിന് പിന്നെ അച്ഛനും മോളും എൻ്റെ മോളും പറയും എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ മോനെയാണ്. അപ്പോഴും ഞാൻ പറയും ഇല്ല 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 ഇല്ല, അത് പറയാൻ പാടില്ലല്ലോ. എൻ്റെ 2 മക്കളും തുല്യമാണ്. ആണോ? അല്ല അല്ല, അമ്മയ്ക്ക് മോൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. ആ ചിരിയിലുണ്ട് അത്. അങ്ങനെ അത് പൊതുവേ ഈ പറയും ആൺമക്കൾക്ക് അമ്മമാരോടും പെൺമക്കൾക്ക് അച്ഛനോടുമാണ് അടുപ്പം എന്ന്. എനിക്ക് അറിയില്ല, പക്ഷെ പറയാറുണ്ട്. ഞാൻ ആക്ച്വലി നേരെ ഓപ്പോസിറ്റ് ആട്ടോ. എന്റെ അമ്മയ്ക്ക് എന്നെ കൂടുതൽ ഇഷ്ടം എന്നാണ് ഞാൻ പറയുന്നത്. എന്റെ അനിയൻ അറിയില്ല. ഒരു കാര്യം അമ്മയുടെ ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയത്തില്ലേ ഒരു 60 വയസ്സൊക്കെ കഴിയുന്ന ഒക്കെ അമ്മമാരുള്ള വീട്ടിൽ, ഞാൻ ഇവിടുത്തെ അമ്മമാരല്ല കേട്ടോ പറയുന്നത്, നോർമലി ഉള്ളൊരു ഭൂരിഭാഗം നമ്മളെ കേരളത്തിലോ കണ്ടുവരുന്നത്, അവർക്ക് ഭയങ്കര 60 വയസ്സ് കഴിയുമ്പോഴേ പറയും അയ്യോ ഞാൻ വയസ്സായി, ഞാൻ വീട്ടിലിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് കാലുവേദന, അങ്ങനെ കുറേ കംപ്ലൈൻസ് എന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഫിസിക്കലി ഉണ്ടെങ്കിലും ആള് ഭയങ്കര ജോളിയാണ്. അമ്മയാണെങ്കിൽ പാട്ടുകൂട്ടം, സുംബ ഡാൻസ്, വരയ്ക്കാൻ പോലെ, കുക്കിംഗ് ക്ലാസ്സസ്, ഇതിനൊക്കെ ആള് ഫുൾ ടൈം ബിസിയാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ രാത്രിയാണ് വരുന്നത്. അതിന്റെ മെയിൻ ഘടകം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നമുക്ക് വേണ്ടി ലൈഫിൽ കുറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അമ്മ ജീവിക്കുന്നത്. അപ്പൊ ഞാനും എന്റെ ഫാദറും ഇത് പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് യുനോ പലവരും പറയും നമുക്ക് കുട്ടികളിൽ നിന്ന് നമുക്ക് ജീവിക്കാം, കുട്ടികളെ നമുക്ക് അതാക്കാം ഇതാക്കാം. എന്നെ പാട്ടൊക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുറച്ച് പാടാറുണ്ട്. പക്ഷേ എനിക്ക് എന്നെക്കാളും ഇഷ്ടം അമ്മയ്ക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു ഏജ് ഒരു ഫാക്ടർ അല്ല, ഇനിയും പാട്ട് പഠിക്കാം. അങ്ങനെ ഇപ്പൊ പാട്ടൊക്കെ പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. പാട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ കൊച്ചിനെ ഇരുത്തി പാട്ട് പാടി. ആ സാർ, അമ്മയുടെ സാറാണ് എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കുന്നത്. ആക്ച്വലി ഞാൻ പണ്ട് വന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കും അമ്മ ഭയങ്കര മോഡേൺ ആയിട്ട്, എന്താ പറഞ്ഞാൽ നമ്മൾ അമ്മയ്ക്ക് മുടി കളർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, മുടി വെട്ടുക, അങ്ങനെയൊക്കെ ഇഷ്ടമാണ് എല്ലാം ചെയ്യാൻ, എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം നമ്മളും ഇങ്ങനെ പറയാം അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ അച്ഛൻ അനുവദിക്കും കേട്ടോ. അതൊരു വലിയ കാര്യമാണ്. അച്ഛൻ എല്ലാത്തിനും എന്താഗ്രഹിക്കുന്നു അതെല്ലാം, ആൾക്ക് എന്ത് പുതിയ ഗാഡ്ജറ്റ് വേണമെന്ന് പറഞ്ഞാലും കൊടുക്കും, വണ്ടി വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കും, എല്ലാം അച്ഛൻ സപ്പോർട്ട് ചെയ്യും. അതിനെല്ലാം അമ്മയെ അധ്വാനിക്കുന്നുണ്ട്. അച്ഛൻ കൊടുക്കുന്നെന്ന് പറയുന്ന ആ സെന്റൻസ് നമ്മുടെ ഫാമിലിയിൽ ഇല്ല. എല്ലാ പെണ്ണുങ്ങളും അതിന്റെ രീതിയിൽ ഈക്വൽ പാർട്ട്നേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഫാമിലിയിൽ കൺസിഡർ ചെയ്യുന്നത്. അനൂപേ ഒരു കാര്യം പറഞ്ഞോട്ടെ. അനൂപേ, എന്നൊക്കെ പറഞ്ഞാലും ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞാലും അമ്മയെ കാണാനാണ് ഐശ്വര്യ കഴിഞ്ഞ സൗന്ദര്യം കേട്ടോ. ഉറപ്പായിട്ടും ആ വീട്ടിലെ സമാധാനം അവന് സഹിക്കുന്നില്ല. അത് പിന്നെ നിന്റെ വായിന്ന് എനിക്ക് വരുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അത് എനിക്ക് അഭിമാനമുള്ള കാര്യമാണ് വിനു. അതിൽ എനിക്കൊരു കുശുമ്പുമില്ല. ഡോണ്ട് വെറി. അതിനെന്തിനാ ഐശ്വര്യ കണ്ണു നിറഞ്ഞേ? എനിക്കൊരു കുശുമ്പുമില്ല. അല്ല, അതിന്റെ കുശുമ്പ് ഉണ്ട്. അത് ഞാനും പറയാറുണ്ട്. അതിന്റെ കുശുമ്പ് ശരിക്കുണ്ട്. ഇതിനിടയിൽ കുറച്ച് ഗുലുമാലാക്കാൻ പുള്ളിക്കാരത്തെ പ്ലസ് പോലെ പറഞ്ഞ കാര്യമുണ്ട്. അമ്മയ്ക്ക് മുടി കളറിയും, അമ്മ പാട്ട് പഠിക്കും, അമ്മ എല്ലാ പുതിയ ഗാഡ്ജറ്റ്, ഇതൊക്കെ പ്ലസ് പോലെ പറയുന്നെങ്കിൽ ഉള്ളിലൊരു വേദനയുണ്ട്. എന്നോട് തന്നെയാണ്. എന്നും ഇങ്ങനെ എല്ലാരെയും സ്നേഹിച്ച് അനൂപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് അമ്മ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. താങ്ക് യു. ഈ സ്റ്റേജ്, ഈ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഈ ഘട്ടം കഴിയുമ്പോ ശരിക്കും നമ്മള് ഒരു എലിമിനേഷനും കുറച്ച് ഔട്ടാക്കലും ഒക്കെ വേണ്ടേ? അത് വേണ്ടേ? രണ്ടുപേരെയൊക്കെ ഔട്ടാക്കി പുറത്താക്കി വിടണ്ടേ? ഒരു 5 പേരെ വിടണ്ടേ? വേണ്ടേ? എന്നാലല്ലേ 6 പേരെ വെച്ച് ബാക്കി നിർത്തി നമുക്ക് ഫൈനൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ ചേട്ടേ ഇപ്പൊ തന്നെ ചേട്ടേ വേണ്ട അത് വേണ്ട ചേട്ടാ. അത് അരുതെന്നാണ് ഗീതയിൽ അരുതെന്നോ? കൃഷ്ണൻ പറഞ്ഞേക്കുന്നത്. ഇല്ല, അരുത് കാട്ടാളാന്ന് പറഞ്ഞത് രാമായണത്തിന്റെ തുടക്കത്തിലാന്നാണ് എന്റെ അറിവ്, ഗീതയിലല്ല. ഒരു കാര്യം ശരി, എന്തോ ആട്ടെ, ഞാൻ പറയാം. ഇവൻ പറഞ്ഞതുകൊണ്ട്, ജിൻസൺ പറഞ്ഞതുകൊണ്ട്, ബാക്കി രഞ്ജിനി പറഞ്ഞു. ബാക്കി ഞാൻ തന്നെ പറയാം. ഉണ്ട്, എലിമിനേഷനും ഔട്ടാക്കലും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴല്ല, നമ്മളുടെ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും തിരിച്ച് വരുമ്പോൾ നമ്മളെല്ലാവരും അത്ര അധികം കാത്തിരിക്കാത്ത ആ നിമിഷം നമ്മളുടെ മുന്നിൽ ഈ വേദിയിൽ വരുന്നതായിരിക്കും. ആ എലിമിനേഷന് വേണ്ടി എല്ലാവരും കാത്തിരിക്കൂ. ഇത്തവണത്തെ ഘട്ടത്തിൽ പെർഫോമൻസ് എല്ലാവരും നന്നായി ചെയ്തു. അവർക്ക് എല്ലാവർക്കും കൈയടി. ഈ എലിമിനേഷൻ ഇല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് വേണേൽ ഞാനിപ്പോ തന്നെ പറഞ്ഞു തന്നോളാം. അറിയാം, 5 സ്റ്റാർ കിട്ടിയത് നമ്മൾ ചിലപ്പോൾ തിരിച്ചെടുക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. പിഷുവിന്റെ മനസ്സനുസരിച്ച് ചില ടൈ ഒക്കെ വന്ന് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ.
ഇതൊക്കെ സംഭവിക്കാം. എല്ലാവിധ വിഷസും നിങ്ങളെല്ലാ 12 ഭർത്താക്കന്മാർക്കും 12 ഭാര്യമാർക്കും 12 അമ്മമാർക്കും. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ 3-ാം ഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ പങ്കുചേരണം. ഇതോടുകൂടി നമ്മളുടെ സെക്കൻഡ് ഘട്ടവും അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ്. വിഷു പാക്കലാം ബ്രോ, പാക്കലാം. അമ്മമാരെ ടാറ്റാ.